ഹലോ ഹായ് ഇറ്റ്സ് മീ യുവർ സിനിമ ചേട്ടൻ. 70 കാലഘട്ടങ്ങളിൽ പ്രേം നസീർ അഭിനയിച്ച ഒരു 4 ത്രില്ലർ മൂവീസിന്റെ വിശേഷങ്ങൾ പങ്കുവച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിരുന്നു. അതിൽ എന്റെ നല്ലവരായ ഒരുപാട് സുഹൃത്തുക്കൾ കമന്റ് ചെയ്ത് അതിന്റെ പാർട്ട് 2 വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ അവർ നല്ല നല്ല കുറെ പഴയ കാലത്തെ മൂവീസ് റെക്കമെൻഡ് ചെയ്തിരുന്നു. അങ്ങനെ റെക്കമെൻഡ് ചെയ്തതിൽ നിന്നും ഒരു 4 ത്രില്ലർ മൂവീസ്, അതായത് പ്രേം നസീർ അഭിനയിച്ച ഒരു 4 ത്രില്ലർ മൂവീസിന്റെ വിശേഷമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പാർട്ട് 2 ആയിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഞാൻ ഈ പറയുന്ന 4 സിനിമകളുടെയും ലിങ്കുകൾ എന്റെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് അവിടെ പോയി കാണാവുന്നതാണ്. ചാനൽ ആദ്യമായി കാണുന്ന ഒരാളാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ ചിത്രങ്ങൾ എങ്ങനെ ഉണ്ടെന്നുള്ള നിങ്ങളുടെ അഭിപ്രായവും കമന്റ് ചെയ്യാനായി മറക്കരുത്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. പാർട്ട് 1 പറഞ്ഞതുപോലെ തന്നെ പഴയ കാലഘട്ട സിനിമകളാണ്, അത് ഈ ഒരു കാലഘട്ട ചിത്രങ്ങളുമായി, ഈ ഒരു കാലഘട്ട ത്രില്ലർ മൂവീസുമായി ഒന്ന് കമ്പയർ ചെയ്ത് ഒരിക്കലും കാണാനായിട്ട് ശ്രമിക്കരുത്. അന്നത്തെ ഒരു കാലഘട്ടത്തിനെ മാനസികമായി ഉൾക്കൊണ്ടുകൊണ്ട് കാണാൻ പറ്റുന്ന ഒരു പ്രേക്ഷകനാണെങ്കിൽ ഉറപ്പായി നിങ്ങളെ രസിപ്പിക്കുന്ന ത്രില്ലടിപ്പിക്കുന്ന ചിത്രങ്ങൾ തന്നെയായിരിക്കും. അപ്പോ ഏതാണ് ആ 4 മൂവീസ് എന്ന് നോക്കാം. ലെറ്റ്സ് ഗോ. 1969 AB രാജന്റെ സംവിധാനത്തിൽ ഒരു ത്രില്ലർ ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് ഡേഞ്ചർ ബിസ്ക്കറ്റ്. പ്രേം നസീറും ഷീലയും ഒക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത്. ചിത്രത്തിന്റെ ഒരു കഥയുടെ പ്ലോട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ പ്രേം നസീർ അവതരിപ്പിച്ചിട്ടുള്ള കഥാപാത്രത്തിന്റെ പേര് ബാലചന്ദ്രൻ എന്നാണ്. ബാലചന്ദ്രൻ എന്ന് പറയുന്ന ഒരാൾ ഒരു അണ്ടർ കവർ പോലീസ് ഓഫീസറാണ്. അതായത് വളരെ രഹസ്യമായി കേസുകൾ അന്വേഷിക്കുന്ന ഒരു അണ്ടർ കവർ പോലീസ് ഓഫീസറാണ് ബാലചന്ദ്രൻ. അങ്ങനെ കേരളത്തിൽ നടമാടുന്ന സ്വർണ്ണ ബിസ്ക്കറ്റ് വേട്ടക്കെതിരെ ഉള്ള ഒരു അന്വേഷണമാണ് ഈ സിനിമയുടെ കഥയുടെ ഒരു പ്ലോട്ട്. നിങ്ങളുടെ കയ്യിൽ നിന്നും ഞങ്ങൾ കള്ളപ്പുണ്ട് പിടിച്ചപ്പോ ഞങ്ങളുടെ ആളുകളെ കൂടി നിങ്ങൾ കള്ളന്മാരാക്കാൻ പോവുകയാണ്. തുടർന്ന് ഈ ബാലചന്ദ്രൻ കണ്ടെത്തുന്ന ഞെട്ടിപ്പിക്കുന്ന ഒരുപാട് രഹസ്യങ്ങളാണ് സിനിമയുടെ ഒരു ത്രില്ലിംഗ് എലമെന്റ് എന്ന് പറയാം. തീർച്ചയായിട്ടും ത്രില്ലർ മൂവീസ് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള വളരെ ഗംഭീരമായ ഒരു ത്രില്ലർ മൂവി തന്നെയാണ് ഈ ഒരു ഡേഞ്ചർ ബിസ്ക്കറ്റ് എന്ന ഈ ഒരു ചിത്രം. കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ കാണാൻ ശ്രമിക്കുക. എന്റെ ടെലഗ്രാം ചാനലിൽ ഞാൻ ലിങ്ക് ഇടുന്നതാണ്. ഓക്കെ, അപ്പോൾ ലിസ്റ്റിൽ രണ്ടാമത്തെ ചിത്രമായി നോക്കാം. ഈ കള്ളന്മാരെ പിടിക്കാനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു തന്ന മിസ്റ്റർ പ്ലത്തുവയ്യ ഈ കേസിൽ ഒരു മാപ്പുസാക്ഷിയായി. 1969 AB രാജന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഒരു ത്രില്ലർ മൂവിയാണ് കണ്ണൂർ ഡീലക്സ്. കണ്ണൂർ ഡീലക്സ് എന്ന ഈ ഒരു സിനിമയുടെ കഥയുടെ പശ്ചാത്തലം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കണ്ണൂർ ഡീലക്സ് എന്ന ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന ജയശ്രീ എന്നൊരു കഥാപാത്രം, ഷീലയാണ് ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ ഈ ജയശ്രീയുടെ കയ്യിൽ നിന്നും കുറെ പണം കളവ് പോവുകയാണ് ആ ബസ്സിന്റെ ഉള്ളിൽ വെച്ച്. അങ്ങനെ തുടർന്ന് ആ ബസ്സിലെ കണ്ടക്ടറും യാത്രക്കാരും കൂടെ ചേർന്ന് ആ കള്ളനെ പിടികൂടുകയാണ്. ശേഷം പോലീസ് സ്റ്റേഷനിൽ എത്തുകയും നമ്മുടെ നായകൻ ഹീറോ പ്രേം നസീർ വരികയും അങ്ങനെ പ്രേം നസീർ കണ്ടെത്തുകയാണ് ഈ നോട്ടുകളെല്ലാം കള്ളപ്പണങ്ങളാണ്. സത്യം പറയൂ, എവിടെ നിന്നാണ് ഈ രൂപ? ഞാൻ സത്യമാണ് സാർ പറയുന്നത്. മാനേജർ തന്നതാണ്. ആദ്യം പറഞ്ഞത് KB പിള്ള തന്നൊന്നല്ലേ? തുടർന്നുള്ള ഗംഭീരമായ അന്വേഷണങ്ങളാണ്. അതായത് ഷീലയുടെ കയ്യിൽ എങ്ങനെ ഈ കള്ളപ്പണം എത്തി, അല്ലെങ്കിൽ മറ്റാരെങ്കിലും മാറ്റി വെച്ചതാണോ, ആരാണ് ഇതിന്റെ പിന്നിൽ എന്നൊക്കെ ഉള്ള വളരെ ഗംഭീരമായ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയാണ് കണ്ണൂർ ഡീലക്സ് എന്ന ഈ ഒരു ചിത്രം. കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. വളരെ മനോഹരമായ ഒരു ചിത്രം തന്നെയാണ്. അപ്പോൾ ലിസ്റ്റിൽ മൂന്നാമത്തെ ചിത്രം എന്ന് നോക്കാം. ക്ഷമിക്കണം മിസ്റ്റർ പിള്ളை, ഒരു കേസ് തെളിയിക്കുന്ന ശ്രമത്തിനിടയിൽ സംശയിക്കപ്പെടുന്ന ചിലരും ചിലപ്പോൾ അല്പം ബുദ്ധിമുട്ട് സഹിക്കും. 1971 J ശശികുമാറിന്റെ സംവിധാനത്തിൽ ഒരു ത്രില്ലർ ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് ലങ്കാദഹനം. ലങ്കാദഹനം എന്ന ഈ ചിത്രത്തിന്റെ കഥയുടെ ഒരു പ്ലോട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ഷൂട്ടിങ്ങിനിടെ ഒരു നായക നടിയെ കുറെ കൊള്ളക്കാർ തട്ടിക്കൊണ്ടു പോവുകയാണ്. അങ്ങനെ തട്ടിക്കൊണ്ടുപോയി സ്കൂളിന്റെ മറവിലുള്ള വലിയൊരു താവളത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. തുടർന്ന് നമ്മളെ പോലീസ് ഓഫീസറായ പ്രേം നസീർ വരികയാണ്, അതും ഒരു സംഗീത അധ്യാപകന്റെ വേഷത്തിൽ. ആ സ്കൂളിലേക്ക് ഒരു സംഗീത അധ്യാപകനായി എത്തുന്ന ഒരു രഹസ്യ പോലീസ് ഓഫീസറാണ് നമ്മുടെ പ്രേം നസീർ. കേരളത്തിലെ ഒരു മികച്ച നാടക കമ്പനിയുടെ കൂട്ടമരണം എന്ന വിപ്ലവ നാടകത്തിന്റെ പക്കപ്പാട്ടായി ഞാൻ കുറച്ചു കാലം നടന്നു. നാടക കമ്പനിയുടെ ഉദ്ഘാടനവും അതിന്റെ മരണവും അന്ന് തന്നെ നടന്നു. മ്യൂസിക് ടീച്ചർ ആയതുകൊണ്ട് തന്നെ പാട്ടുകൾ കൊണ്ടൊക്കെ വളരെ സമ്പുഷ്ടമാണ് ഈ സിനിമ. അതുപോലെ തന്നെ ത്രില്ലിംഗ് മൊമെന്റ്സ് കൊണ്ടും വളരെ ഗംഭീരമായി കണ്ടിരിക്കാൻ പറ്റിയ ഒരു ഗംഭീരമായ ഒരു ത്രില്ലർ ചിത്രം തന്നെയാണ് ലങ്കാദഹനം എന്ന ഈ ഒരു ചിത്രവും. അപ്പോൾ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഇപ്പൊ തന്നെ ടെലഗ്രാം ചാനൽ പോയി കാണാവുന്നതാണ്. ലിസ്റ്റിൽ 4ാമത്തെ ആൻഡ് അവസാനത്തെ ചിത്രം എന്ന് നോക്കാം. നിങ്ങൾ ഇവിടെ പാട്ട് പഠിപ്പിക്കാൻ വന്നോ അതോ കള്ളനെ പിടിക്കാൻ വന്നോ? പാട്ട് പഠിപ്പിക്കാൻ. 1970 AB രാജന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മറ്റൊരു ഗംഭീര ത്രില്ലർ മൂവിയാണ് ലോട്ടറി ടിക്കറ്റ്.
ലോട്ടറി ടിക്കറ്റ് എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്രേം നസീർ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേര് വേണു എന്നാണ്. വേണു ലോട്ടറി മേനോൻ എന്ന അടൂർ ഭാസി അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ കയ്യിൽ നിന്നും ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കുകയാണ്. 5555 അങ്ങനെ ലോട്ടറി ടിക്കറ്റ് എടുത്ത ശേഷം അദ്ദേഹം വേണു എന്ന കഥാപാത്രം ഒരു ബുക്കിലൊക്കെ കുറിച്ചിടുന്നുണ്ട് അതിന്റെ നമ്പറൊക്കെ. അങ്ങനെ അതിന്റെ നറുക്കെടുപ്പിനായി അയാൾ കാത്തിരിക്കുകയാണ്. അങ്ങനെ ലോട്ടറി ടിക്കറ്റിന്റെ ഫലം പ്രഖ്യാപിച്ചപ്പോൾ വേണു ഞെട്ടിപ്പിക്കുന്ന ആ രഹസ്യം തിരിച്ചറിയുക, അതായത് താൻ എടുത്ത ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം എന്ന് ഞെട്ടിപ്പിക്കുന്ന ആ രഹസ്യം തിരിച്ചറിയുകയാണ്. അങ്ങനെ പെട്ടെന്ന് ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നു, ആ ബുക്ക് എടുക്കുന്നു. ബുക്ക് എടുത്ത് ലോട്ടറി ടിക്കറ്റിലെ നമ്പർ നോക്കുമ്പോഴാണ് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന രഹസ്യം തിരിച്ചറിയുന്നത്. ലോട്ടറി ടിക്കറ്റിലെയും ബുക്കിലെയും രണ്ട് നമ്പറുകളും 2ആണ്. അപ്പോഴാണ് വേണു ആ സത്യം മനസ്സിലാക്കുന്നത്. ലോട്ടറി ടിക്കറ്റ് ആരോ എടുത്ത് മാറ്റിയിട്ടുണ്ട്. 5552 തുടർന്ന് ഈ ടിക്കറ്റ് ആരാണ് മാറ്റിയെന്നുള്ള ഗംഭീരമായ ഒരു അന്വേഷണ രീതികളൊക്കെ തന്നെയാണ് ഈ ചിത്രത്തിന്റെ ഹൈലൈറ്റ് എന്ന് പറയാം. തീർച്ചയായും വളരെ ചെറിയ ഒരു ത്രെഡിനെ വളരെ ഗംഭീരമായിട്ട് മേക്ക് ചെയ്ത് അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ വളരെ ഗംഭീരമായിട്ട് ചിത്രീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു പോസിറ്റീവ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ തീർച്ചയായിട്ടും കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ടെലഗ്രാം ചാനൽ പോയി കാണാവുന്നതാണ്. പക്ഷേ ആ ടിക്കറ്റ് കാണുന്നില്ല മാലതി. അപ്പോൾ ഇതൊക്കെയാണ് 60-70 കാലഘട്ടങ്ങളിൽ പ്രേം നസീർ അഭിനയിച്ച 4 ത്രില്ലർ മൂവീസിന്റെ വിശേഷങ്ങൾ. ഇനിയും ഇതുപോലെ ഒരുപാട് ചിത്രങ്ങൾ ഉണ്ടെന്ന് അറിയാന്നുള്ളവരുണ്ടെങ്കിൽ ദയവായി കമന്റ് ചെയ്ത് അറിയിക്കുക. തീർച്ചയായിട്ടും തുടർന്നും പാർട്ട് 3 ചെയ്യാനായിട്ട് ഞാൻ തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്ന ഒരാളാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മൂവീസ് എങ്ങനെ ഉണ്ടെന്നുള്ള അഭിപ്രായം കമന്റ് ചെയ്ത് അറിയിക്കുക. മറ്റൊരു നല്ലൊരു എപ്പിസോഡുമായി കാണുന്നത് വരെ ടിൽ ദെൻ ബൈ ബൈ.